അപ്പോൾ പണ്ട് കാലത്തും കഥകൾ കേട്ടതുപോലെ തന്നെ അംഗീകരിച്ചിരുന്നവർ ഉണ്ടായിരുന്നില്ല എന്ന് ഈ കഥാഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. കേട്ട് അതിനെ വിശകലനം ചെയ്ത് വസ്തുതാപരമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഓരോന്നും അംഗീകരിക്കേണ്ടതായിട്ടുള്ളൂ എന്നും നമുക്ക് വ്യാസഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ സൂചനകൾ തരുന്നു. പുരാണത്തിൽ പറഞ്ഞതായതുകൊണ്ടോ ഇതിഹാസങ്ങളിൽ പറഞ്ഞതായതുകൊണ്ടോ വേദങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ പറഞ്ഞതായതുകൊണ്ടോ ഒരു കാര്യം അതേപോലെ സ്വീകരിക്കേണ്ടതായിട്ടില്ല. അതിനെ വിമർശിക്കാം, വിശകലനം ചെയ്യാം, വസ്തുതാപരമായി പഠിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം. ഇദ്ദേഹം പറഞ്ഞു, ഇതൊരു നേരം പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ശരിയാവുക? ഈ കഥ ഒരു നേരം പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനക ഉവാച, ജനക മറുപടി പറയാണ്, ഹേ ബ്രാഹ്മണോത്തമ, സത്യമാണ് അങ്ങ് പറഞ്ഞത്, അതിൽ തെല്ലും അസത്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഗുരുവും എനിക്ക് പൂജ്യനാണല്ലോ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എനിക്ക് മാനിക്കേണ്ടതാണല്ലോ എന്ന് സാരം. പിതാവുമായുള്ള ബന്ധമുപേക്ഷിച്ച് വനത്തിൽ പോകാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് മൃഗങ്ങളുമായി നല്ല ചാർച്ചയുണ്ടാകുമെന്നതിൽ സംശയമില്ല. പിന്നെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ജനക മഹാരാജാവിന് അത് ഹാൻഡിൽ ചെയ്യാണ്. ബ്രാഹ്മണോത്തമ, അങ്ങ് പറഞ്ഞത് മുഴുവൻ സത്യം, അങ്ങനെ അല്ലാതെ പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളോട് അയാൾ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഔട്ട്റൈറ്റായിട്ട് പറഞ്ഞാൽ അയാൾ ക്ലോസ് ഡൗൺ ചെയ്യും, പിന്നെ പറയുന്നതൊന്നും കേൾക്കില്ല. അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ഇവിടെ രാജാവ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. വെറുതെ അല്ല ഇദ്ദേഹം ഒരു രാജാവായിരിക്കുന്നത്. ഈ കഥാസന്ദർഭത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ ഇങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറഞ്ഞു തരികയാണ്. വീടുകളിലും ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യണം. എപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല, ശ്രമിക്കണം. ഹേ ബ്രാഹ്മണോത്തമ, സത്യമാണ് അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, അതിൽ തെല്ലും അസത്യമില്ലെന്ന് തോന്നുന്നു. കറക്റ്റാണ്, ആലോചിച്ച് നോക്കിയൊക്കെ ശരിയാന്ന് തോന്നുന്നു. എന്നാലും ഗുരുവും എനിക്ക് പൂജ്യനാണല്ലോ. അങ്ങയുടെ അച്ഛനായ വ്യാസൻ എൻ്റെ ഗുരുവാണ്, അദ്ദേഹം എനിക്ക് പൂജ്യനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എനിക്ക് മാനിക്കേണ്ടതാണല്ലോ എന്ന് സാരം. എനിക്ക് അദ്ദേഹത്തെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ അംഗീകരിക്കേണ്ടതാണ്, കറക്റ്റാണ്. പക്ഷേ അങ്ങയുടെ അച്ഛനായ വ്യാസൻ എൻ്റെ ഗുരുവും കൂടിയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് അനുസരിക്കേണ്ടേ? എന്നിട്ട് അടുത്തത് പറയുകയാണ്, പിതാവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വനത്തിൽ പോകാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകെപ്പാടിപ്പോൾ ബന്ധമുള്ളത് പിതാവുമായിട്ടാണ്, ഭാര്യയും വീടൊന്നുമില്ല. ഈ പിതാവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കാട്ടി പോകാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് മൃഗങ്ങളുമായിട്ട് നല്ല ചാർച്ചയുണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല. സുസംബന്ധോ ഭവിതാ തേന സംശയം മൃഗൈ സഹ സുസംബന്ധോ, മൃഗങ്ങളുമായിട്ട് അങ്ങേക്ക് നല്ല ചാർച്ചയുണ്ടാകും എന്നതിൽ സംശയമില്ല. എന്താ കാര്യം? മൃഗങ്ങളും അങ്ങയുടെ സ്വഭാവവും ഏകദേശം ഒരേപോലെയാണ്. രണ്ട് കൂട്ടർക്കും പറഞ്ഞാൽ മനസ്സിലാവൽ കഷ്ടിയാണ് എന്നർത്ഥം. മഹാഭൂതങ്ങൾ 5 എവിടെയും ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നേരിട്ട് പറഞ്ഞിട്ടില്ല അങ്ങ് മൃഗങ്ങളെ പോലെയാണെന്ന്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. മൃഗങ്ങളുമായിട്ട് മൃഗൈ സഹ സുസംബന്ധോ ഭവിതാതേന സംശയ, അങ്ങേക്ക് നല്ല ചാർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ തുടരുകയാണ്, മഹാഭൂതങ്ങൾ 5 എവിടെയും ഉണ്ടല്ലോ. പഞ്ചഭൂതങ്ങളില്ലാത്ത ഒരു സ്ഥലമില്ല. ലോകം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു പോകുന്നതും ഈ ലോകത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണല്ലോ. അവിടെയും ഈ ലോകമുണ്ടല്ലോ. പഞ്ചീകൃതമായ പ്രപഞ്ചം അവിടെയുമുണ്ട്. ഇതിനെ ഉപേക്ഷിച്ച് അവിടെ ചെന്നാൽ അവിടെയുമുണ്ട് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അങ്ങ് എങ്ങനെ നിസ്സംഗനാകും? അങ്ങ് പറയുന്നു ഞാൻ ഈ ലോകം മുഴുവൻ ഉപേക്ഷിച്ച് പോവുകയാണെന്ന്. ശരി, എന്നിട്ട് എങ്ങോട്ടാണ് പോണേ? പഞ്ചീകൃതമായ മറ്റൊരു സ്ഥലത്തേക്ക്. അവിടെയും ഈ 5 ഭൂതങ്ങളുണ്ട്. അങ്ങ് എങ്ങനെ അവിടെ ചെന്നാൽ നിസ്സംഗനാവും? ഇവിടെ നിന്ന് നിസ്സംഗനാകാൻ പറ്റാത്തൊരാൾ അവിടെ പോയാൽ എങ്ങനെ നിസ്സംഗനാകും? ആഹാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. വിശന്ന ആഹാരം കഴിക്കണമല്ലോ, അപ്പം അതിനെപ്പറ്റിയുള്ള ചിന്തയുണ്ടാകും. എന്നിരിക്കെ എങ്ങനെ നിശ്ചിന്തനാവും?
വിശന്നാൽ ആഹാരം കഴിക്കണം. അപ്പോൾ എന്താ ആഹാരം കഴിക്കേണ്ടത്, എവിടെയാണ് കിട്ടുക എന്നുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിശ്ചിന്തനാവുക? ദണ്ഡം, അജിനം എന്നിവയെക്കുറിച്ചുള്ള ചിന്ത അങ്ങേക്ക് വനത്തിൽ ചെന്നാലും ഉണ്ടാകും. അങ്ങയുടെ ചില അവശ്യ സാധനങ്ങളാണ് ദണ്ഡ്, ബ്രഹ്മചാരി ധരിക്കേണ്ട വസ്ത്രം, ഇതിനെക്കുറിച്ചൊക്കെ അങ്ങേക്ക് അവിടെ ചെന്നാലും ചിന്തയുണ്ടാകും. അതുപോലെ ചിന്തിക്കുന്ന എനിക്ക് രാജ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടായെന്നും വരാം, ഇല്ലെന്നും വരാം. അങ്ങ് നേരത്തെ അക്യൂസ് ചെയ്തല്ലോ, ഞാൻ രാജ്യകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന്. അങ്ങേക്ക് കാട്ടിൽ പോയാൽ, ലോകത്തെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയാൽ ഉണ്ടാകുന്ന അത്ര ചിന്തകൾ തന്നെ ആയിരിക്കില്ലേ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കും ഉണ്ടാകുന്നത്? സംശയം കൊണ്ട് കുഴങ്ങിയാണ് അങ്ങ് ഇത്ര ദൂരം എത്തിയത്. സംശയമില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ആക്ട് ചെയ്തേനെ. സംശയമുള്ളപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടുള്ളതിനെ അന്വേഷിച്ച് പോവുക. അർജുനന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് സംശയമുണ്ടായി, യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന്. യുദ്ധം ചെയ്യണ്ട എന്നായിരുന്നു അർജുനൻ്റെ ഉറച്ച തീരുമാനം എങ്കിൽ അർജുനൻ ആ തേർത്തട്ടിൽ തളർന്നിരിക്കുമായിരുന്നില്ല. അദ്ദേഹം അത് ഉപേക്ഷിച്ച്, യുദ്ധക്കളം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. യുദ്ധ സാമഗ്രിയായിട്ടുള്ള അമ്പും വില്ലും താഴെ വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ഇരുന്നത്. എന്താ ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെയാണ് ഇരുന്നത്. അപ്പോഴാണ് ഭഗവത് വാണീ ശ്രവണത്തിനിടയായത്. അതേപോലെ തന്നെ ശ്രീശുകനും സംശയം കൊണ്ട് കുഴങ്ങിയാണ് ഇത്ര ദൂരം എത്തിയത്. എനിക്ക് സംശയമോ തെറ്റിദ്ധാരണയോ ഇല്ല. അങ്ങിപ്പോൾ കുറച്ച് നേരത്തെ വലിയ ഗംഭീരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അങ്ങേക്കാണ് സംശയം, എനിക്കല്ല. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അങ്ങയെ തേടി വരികയല്ല ചെയ്തത്, അങ്ങ് എന്നെ തേടി വരികയാണ്. ചില്ലറ ദൂരമൊന്നുമല്ല, ഒരുപാട് ദൂരം താണ്ടിയാണ് അങ്ങ് ഇവിടെ വന്നത്. എന്താ കാരണം? അങ്ങേക്ക് ഉറച്ചത് എന്ന് തോന്നുന്ന അങ്ങയുടെ തീരുമാനങ്ങളിൽ സംശയമുണ്ട്, എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പോയിട്ടുമില്ല. എല്ലാ തരത്തിലും ഞാൻ സംശയരഹിതനാണ്, എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഞാൻ ജീവൻ മുക്തനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ മുക്തനാണ്, അതിൽ എനിക്ക് സംശയമില്ല. അങ്ങേക്കാണ് സംശയം. ചോദ്യങ്ങൾ അത്രയും അങ്ങയുടേതാണ്, എൻ്റേതല്ല. ഹേ ബ്രാഹ്മണ, ഞാൻ സുഖമായി ഉറങ്ങുന്നു, എല്ലായ്പ്പോഴും സുഖമായി ഭക്ഷിക്കുന്നു. ബദ്ധനല്ലെന്ന ചിന്തയോടെ ഞാൻ എല്ലായ്പ്പോഴും തന്നെ സുഖിയായിരിക്കുന്നു, എല്ലായ്പ്പോഴും തന്നെ സുഖിയായിരിക്കുന്നു. സർവദൈവ സുഖീ മുനേ, എല്ലായ്പ്പോഴും. അതായത് ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, ധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, കള്ളന്മാരെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോഴും, മുനിമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഞാൻ സുഖമായിരിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവഹാവാദികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാം സുഖമായി അനുഭവിക്കുന്നു. ഏതുപോലെ ഒരു നാടകത്തിൽ നടനം ചെയ്യപ്പെടുന്ന വ്യത്യസ്ത ഭാവഹാവാദികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രേക്ഷകന് സുഖം ഉണ്ടാകുന്നതുപോലെ ഞാൻ അതേപോലെ എപ്പോഴും സുഖിയായിരിക്കുന്നു. അങ്ങാകട്ടെ ഞാൻ ബദ്ധനാണല്ലോ എന്ന ശങ്ക കൊണ്ട് എപ്പോഴും ദുഃഖിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരം വന്നത്. ഈ ശങ്ക വെടിഞ്ഞ് മനസ്സേകാഗ്രമാക്കി സുഖിയായി തീർത്താലും ഈ മനസ്സാണ് പ്രശ്നം. അത് നേരത്തെയും കേട്ടു നമ്മൾ. മനസ്സാണ് പ്രശ്നം. ഞാൻ ബദ്ധനാണ് എന്നുള്ള ചിന്ത ദുഃഖത്തെയും ഞാൻ സ്വതന്ത്രനാണ് എന്ന ചിന്ത സുഖത്തെയും സമ്മാനിക്കും. അപ്പോൾ താൻ ബദ്ധനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ പെരുമാറുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ബദ്ധനാണ് എന്ന ശങ്ക വെടിഞ്ഞ് ബദ്ധനല്ല എന്ന ചിന്തയോടെ എല്ലായ്പ്പോഴും തന്നെ സുഖിയായി ഇരിക്കുന്നു. അപ്പോൾ ഈ ചിന്ത വെടിയണം. ഞാൻ ബദ്ധനാണ് എന്നുള്ള ചിന്ത വെടിഞ്ഞ് ഞാൻ ബദ്ധനല്ല എന്ന ചിന്തയിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ബദ്ധനല്ലാത്ത ഒരാൾ എങ്ങനെയാണോ പെരുമാറുന്നത് ഓരോ സിറ്റുവേഷനിലും അതുപോലെ പെരുമാറണം. എളുപ്പമല്ല ഇത്, പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ശ്രമിക്കാവുന്നതാണ്.
ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതും ആണ്. അങ്ങനെ ക്രമേണ അത് ഉറച്ച് പിന്നെ എപ്പം നമ്മൾ എടുക്കുമ്പോഴും സ്വതന്ത്രമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും അസ്വാതന്ത്ര്യത്തിൽ നിന്നെടുക്കുന്ന തീരുമാനമാണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും എടുക്കുവാൻ ബാധ്യസ്ഥരായതുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണ്. നേരെ മറിച്ച് നമ്മൾ ബദ്ധനല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ കൃത്യമായിട്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. അപ്പോഴും പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് എല്ലാം ഒരേപോലെ തന്നെ തോന്നും. പക്ഷേ ചെയ്യുന്നയാൾക്ക് വ്യത്യാസമുണ്ടാകും. നമ്മൾ ഇപ്പം ചെയ്യുന്ന പല കാര്യങ്ങളും എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ ബദ്ധരായതുകൊണ്ട് അസ്വതന്ത്രരായതുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണ്. നേരെ മറിച്ചിട്ട് നമ്മളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അവിടെയാണ് ഈ ശാസ്ത്ര പഠനത്തിൻ്റെയൊക്കെ പ്രാധാന്യം. നമ്മൾ ബദ്ധരല്ല മുക്തരാണ് എന്ന് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺവിക്ഷനിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ബദ്ധനായപ്പോൾ എടുത്ത തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത് എന്ന് തോന്നിയേക്കാമെങ്കിലും തീരുമാനമെടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് പറയുകയാണ്, ഇതൊന്നും എളുപ്പമല്ല. അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞാൽ ദേവിയുടെ ഉപാസനയും മറ്റു പലതും കൊണ്ടുവരും ഈ മനസ്സ് ബദ്ധനല്ല എന്ന ചിന്ത ഉറയ്ക്കാൻ മനസ്സിൽ. അപ്പം ബദ്ധനല്ലെന്ന ചിന്തയോടുകൂടി ഞാൻ എപ്പോഴും സുഖിയായിരിക്കുന്നു. അങ്ങാകട്ടെ ഞാൻ ബദ്ധനാണല്ലോ എന്ന ശങ്ക കൊണ്ട് എപ്പോഴും ദുഃഖിയാണ്. ഈ ശങ്ക വെടിഞ്ഞ് മനസ്സ് ഏകാഗ്രമാക്കി സുഖിയായി തീർന്നാലും ഈ ശങ്കയാണ് വെടിയേണ്ടത്. ശങ്ക, കൺഫ്യൂഷൻ. ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളതാണ്. ഞാൻ സ്വതന്ത്രനാണോ മുക്തനാണോ, എനിക്ക് സ്വതന്ത്രനാക്കണം, ഞാൻ ബദ്ധനാണ് എന്നുള്ള ചിന്തയാണ് വെടിയേണ്ടത്. എന്നിട്ട് മനസ്സ് ഏകാഗ്രമാക്കി തീർക്കണം. എന്താ ഏകാഗ്രത? ഞാൻ സ്വതന്ത്രനാണ് മുക്തനാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് സുഖിയായി തീർന്നാലും അങ്ങനെ ബദ്ധനല്ല താൻ, മുക്തനാണ് താൻ എന്നറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനമെടുക്കുന്നതെന്തായാലും അതിൻ്റെ പരിണതഫലം എന്തായാലും സുഖമായിരിക്കും അനുഭവം. ഈ ശരീരം എൻ്റേതാണെന്നുള്ള വിചാരമാണ് ബന്ധം. ഇത് എൻ്റേതാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ബന്ധം. എൻ്റേതല്ലെന്ന വിചാരം മുക്തിയും. അതുപോലെ ധനം, ഗൃഹം, രാജ്യം എന്നിവയൊന്നും എൻ്റേതല്ലെന്ന വിചാരമുറയ്ക്കണം. അപ്പോൾ ബന്ധം ഉണ്ടാവില്ല. സൂക്ഷ്മമായിട്ടുള്ള ചിന്തയിലൂടെ ജ്ഞാനത്തിൻ്റെ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ചെയ്യാൻ അതീവ ക്ലിഷ്ടമാണ്. എൻ്റേതെന്ന് ഞാൻ കരുതുന്നതിനെ സസൂക്ഷ്മമായി വിശകലനം ചെയ്താൽ എനിക്കൊരു കാര്യം മനസ്സിലാകും, പകൽ വെളിച്ചം പോലെ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളത്. എൻ്റെ ശരീരമടക്കം ഇതൊക്കെ താൽക്കാലികമായിട്ട് എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ മാത്രമാണ്. എൻ്റെ ശരീരമടക്കം ഇത് തന്നയാൾ എപ്പോൾ തിരിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുവോ അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇതൊക്കെ എൻ്റേതാണ് എന്ന ബോധത്തിൽ നിന്നാണ് പലരും ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്. ആ ത്യാഗം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതല്ല. കാരണം വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ നമ്മുടേതെന്ന് നാം കരുതുന്നതൊന്നും നമ്മുടേതല്ല എന്ന് മനസ്സിലാകും. ആ മനസ്സിലാകലാണ് ത്യാഗം. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ആയിട്ടില്ല, ശ്രീശുകൻ ഇതൊക്കെ ത്യജിച്ച് വിട്ടു പോകണം എന്ന് പറയുമ്പോൾ അതിനെ ജനക മഹാരാജാവ് അനുകൂലിക്കാത്തത്. കാരണം ഇതൊക്കെ ത്യജിക്കണം എന്നുള്ള ചിന്ത ഒരു അഹങ്കാരമാണ്. കാരണം ഇതൊന്നും നിങ്ങളുടേതല്ല. നിങ്ങൾ വിചാരിച്ചപ്പോഴല്ല നിങ്ങൾ വന്നത്, നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല നിങ്ങൾ പോകാൻ പോകുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടേതൊന്നും
ശാശ്വതമായി നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഇതിൽ എന്താണ് ഉപേക്ഷിക്കാനുള്ളത്? ഉപേക്ഷിക്കാനുള്ളത് ആകെ ഒന്നു മാത്രമാണ്. ഇതെൻ്റേതാണ്, എനിക്കുള്ളതാണ്, ഞാനാണ് എന്ന ഭാവം. അത് ഉപേക്ഷിച്ചാൽ മുക്തനായി തീർന്നു. ഈ ശരീരം എൻ്റേതാണെന്ന വിചാരമാണ് ബന്ധം. എൻ്റേതല്ലെന്ന വിചാരം മുക്തിയും. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന കാര്യമാണ്. കാരണം ഇന്ന് ലോകത്ത് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതർ വേൾഡ്ലിയാണ്. ഇവിടെയല്ല, വേറെ എവിടെയോ ആണ്. ഇവിടെ ലഭിക്കേണ്ടതല്ല, വേറെ എവിടെയോ നിന്ന് കിട്ടേണ്ടതാണ് എന്നതാണ് ചിന്ത. ആ ചിന്ത വസ്തുതാവിരുദ്ധമാണ്, ശരിയല്ല. ഈ ശരീരം എൻ്റേതാണെന്ന വിചാരമാണ് ബന്ധം. എൻ്റേതല്ലെന്ന വിചാരവും മുക്തി. അങ്ങനെ വെറുതെ വിചാരിക്കാൻ പറ്റില്ല. അതത്ര എളുപ്പമല്ല. അത് കൺവിൻസ്ഡ് ആവണം. അതിന് വിശകലനം ആവശ്യമാണ്. അതുപോലെ ധനം, ഗൃഹം, രാജ്യം എന്നിവയൊന്നും എൻ്റേതല്ലെന്ന വിചാരമുറയ്ക്കണം. കാരണം വാസ്തവത്തിൽ ഇതൊന്നും എൻ്റേതല്ല. ദൈവഗത്യ എന്നിലേക്ക് എത്തിച്ചേർന്നു, അതെന്നിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും. നദിയുടെ വെള്ളം നദിക്ക് സ്വന്തമല്ലാത്തതുപോലെയാണ് നമ്മുടേതും. അപ്പോൾ ബന്ധം ഉണ്ടാവില്ല. സൂത ഉവാച. സൂതൻ അപ്പം മഹർഷിമാരോട് അതിനിടയ്ക്ക് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ശുകൻ സന്തുഷ്ടനായി തീർന്നു. ശുകന് കാര്യം പിടികിട്ടി. ത്യജിക്കേണ്ടത് തൻ്റേതാണ് എന്നുള്ള ബോധമാണ്. ആ ത്യാഗമാണ് ജ്ഞാനം. അറിവിൻ്റെ വഴി എന്ന് പറയുന്നത് ലോകത്തെ ത്യജിക്കലല്ല. ഞാൻ എൻ്റേത്, എനിക്കുള്ളതിനെ ത്യജിക്കുകയാണ്. ഞാനിത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ ആധ്യാത്മിക കാലാവസ്ഥ ഈ ഉപേക്ഷിക്കുന്നതിനും ത്യജിക്കുന്നതിനും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതായതുകൊണ്ട് ഈ പറഞ്ഞതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായതായി കാണുന്നില്ല. പക്ഷെ ഇതാണ് വസ്തുത. ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. കാരണം ഇതൊന്നും നമ്മുടേതല്ല.